ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2013 മുതൽ 2020 വരെ മാക്സിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ്. അതിൽ തന്നെ 2016 ഫേസ് 1 ഫേസ് 2 ഒരു ചോദ്യവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന 2020 എക്സാമിന് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സാധാരണ ട്രെൻഡ് വെച്ച് നോക്കിയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അത് തന്നെ നിങ്ങളിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും അതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഇനി 2020 ചോദിച്ചത് എന്താണെന്ന് നോക്കാം. A wire of length L, area of cross section A is hanging from a fixed support. The length of the wire changes to L1 when mass M is suspended from its free end. The expression for Young's modulus. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ അല്ലേ? അപ്പോൾ എന്താ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല? FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. ഇതല്ലേ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല? നമ്മൾ NCERT പഠിക്കുന്ന ഡയറക്റ്റ് ഫോർമുലയാണ് അല്ലേ? ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല അറിയാം, യങ്സ് മോഡുലസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഫോർമുലാസ് ആണല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എന്തായിരുന്നു? ഒരു L ലെങ്ത് ഉള്ള വയർ ഉണ്ടായിരുന്നു, നമ്മളത് മാസ് സസ്പെൻഡ് ചെയ്തപ്പോൾ അത് L1 ആയിട്ട് ലെങ്ത് കൂടി. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എത്ര ഉണ്ടാവുക? L ഉള്ള വയർ ലെങ്ത് L1 ആയിട്ട് മാറുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ പോരെ? സോ L1 മൈനസ് L ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ ലെങ്ത് മീൻസ് ഡെൽറ്റ L1 മൈനസ് L എന്ന് കിട്ടി. അതേപോലെ തന്നെ എഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? mg അല്ലേ, മാസിൻ്റെ ആക്സലറേഷൻ. ഇനി വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി F ഇസ് ഈക്വൽ ടു എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ mg ആണ്, L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. എത്ര ഡെൽറ്റ L? L1 മൈനസ് L. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. mgl ഡിവൈഡ് ബൈ A ഇൻറ്റു L1 മൈനസ് L. ഓക്കെ, നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യത്തിനേക്കാളും എളുപ്പമുള്ള ചോദ്യമാണ് കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ഇനി 2019 ചോദ്യം എന്താണ്? ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ആർ ഡിഫറെൻറ്റ് ഫോർ ടു ഡിഫറെൻറ്റ് മെറ്റീരിയൽ X ആൻഡ് Y. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആൻഡ് ഫ്രാക്ചർ പോയിന്റ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ഫോർ ദ മെറ്റീരിയൽ X. അപ്പോൾ മെറ്റീരിയൽ Xൻ്റെ പ്രത്യേകത എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും വളരെ അടുത്താണ്. പക്ഷെ Yക്ക് എന്താണ്? അത് ഒരുപാട് ദൂരെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഡക്റ്റൈൽ, ഏതാണ് ബ്രിട്ടിൽ എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഡക്റ്റൈൽ, എന്താണ് ബ്രിട്ടിൽ എന്ന് അറിയാലോ. ഡക്റ്റൈൽ മീൻസ് നമ്മളെന്താണ്? അത് ബെൻഡ് ചെയ്യുന്നതാണ് അല്ലേ? അതായത് നമുക്ക് ഡക്റ്റൈൽ മീൻസ് നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഫ്രാക്ചർ ആയി പോവില്ല. പക്ഷേ ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താണ് അറിയോ? നമ്മളത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചോക്ക് പീസൊക്കെ. നിങ്ങളത് ബെൻഡ് ചെയ്യാൻ നോക്കി നോക്കൂ, അതൊന്ന് ബെൻഡ് ചെയ്യാനും കൂടി ട്രൈ ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അവിടെ ക്രാക്ക് വരും, പൊട്ടിപ്പോവും. അതൊക്കെയാണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽസ്. പക്ഷേ അയൺ, ഒരു ഇരുമ്പൊക്കെ നിങ്ങളൊന്ന് ബെൻഡ് ചെയ്ത് നോക്കൂ, അത് എത്ര വേണമെങ്കിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എല്ലാവർക്കും അറിയില്ലേ? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ജനറലായിട്ട് ഇത് ഇങ്ങനെ വരും. എന്നിട്ട് ഇതേപോലെ ഇവിടെയാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോയിന്റ്. ഒന്നാമത്തെ കേസിൽ അതെന്താ പറയുന്നത്? അത് വളരെ ക്ലോസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫ്രാക്ചർ പോയിന്റ് എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. കണ്ടോ? ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ എക്സ്, അപ്പോൾ വളരെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന മെറ്റീരിയലിനെ നമ്മൾ എന്താ വിളിക്കാറ്? നമ്മൾ ബ്രിട്ടിൽ എന്നല്ല പറയാറ്. അപ്പോൾ ഇതെന്താണ്? ഈ എക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ബ്രിട്ടിലാണ്. ഇനി വൈൻ്റെ പ്രത്യേകത അവർ പറയുന്നുണ്ട്, ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഫ്രാക്ചർ പോയിന്റ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടുന്നുണ്ടോ? ഇല്ല. അതിൽ പിന്നെയും അത് ഒരുപാട് സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയം കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോകുന്നുള്ളൂ അല്ലേ? അതിൽ പറയുന്നുണ്ട് ഫാർ അപ്പാർട്ടാണെന്ന്. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടുന്നില്ലല്ലോ, അപ്പോൾ അത് ഡക്റ്റൈലാണ്. അതുകൊണ്ട് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബ്രിട്ടിൽ ആൻഡ് ഡക്റ്റൈൽ. ഈ 2019 ഒരു എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ 2019 ഫേസ് 1 ചോദിച്ചത് when a block of mass m is suspended by a long wire of length L, the length of the wire become L plus L. The elastic potential energy stored in the extended wire is. അപ്പോൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ അറിയാൻ ആദ്യം ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അറിയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ ഗൈഡുകളിലൊക്കെ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ കാണാൻ കഴിയും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാരൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അവർ വർക്ക് ഡൺ എന്താണെന്ന് ചോദിക്കും. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് നോക്കൂ. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഇത് ഈ ഡെറിവേഷൻ ഒന്നും നമുക്ക് NCERT-ലൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യനിൽ അവർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് ചോദിക്കും. അപ്പോൾ ഇതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വോളിയം കട്ട് ചെയ്ത് പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇതാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് എഴുതാം? ഹാഫ് ഇൻറ്റു സ്ട്രെസ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. വോളിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? വോളിയത്തിന് ഒരു ഫോർമുല ഉണ്ട് അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ അതും എഴുതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആണ്. ഹൈറ്റ് എന്ന് മീൻസ് ലെങ്ത് ഇറ്റ് സെൽഫ്. സോ വോളിയം മീൻസ് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏരിയ ഇൻറ്റു ലെങ്ത്തും കട്ട് ചെയ്ത് പോകും. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? എഫ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ 2. ഇതും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഫോർമുലയാണ്. അതല്ലാത്തവർ ഇത് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഡിറൈവ് എടുത്തൂടെ? ഇനി എളുപ്പമാണ് ക്വസ്റ്റ്യനിൽ. യു ഈസ് ഈക്വൽ ടു എഫിന് പകരം എനിക്ക് എം ജി എന്ന് കൊടുത്തൂടെ? അപ്പോൾ എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു? എം ജി എന്ന് കൊടുത്തു. ഓക്കെ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എൽ ലെങ്ത് ഉള്ള വയർ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് അത് എൽ പ്ലസ് എൽ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെയുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? എല്ലിൻ്റെ കൂടെ ഒരു എൽ, ഈ സ്മോൾ ലെറ്റർ എല്ലും കൂടില്ലേ? അപ്പോൾ ഇതല്ലേ ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ എല്ലിൻ്റെ കൂടെ എല്ലും കൂടി സ്മോൾ ലെറ്റർ എല്ലും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇതാണല്ലോ ഡെൽറ്റ എൽ മീൻസ് ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലേ? അപ്പോൾ എന്താണ്? ഈ സ്മോൾ ലെറ്റർ എൽ ആണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഡിവൈഡ് ബൈ 2. അപ്പോൾ 1/2 mgl. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരും അല്ലേ? ഓപ്ഷൻ ഡി. 1/2 mg സ്മോൾ ലെറ്റർ എൽ. ക്യാപിറ്റൽ ലെറ്റർ എൽ അല്ലല്ലോ, സ്മോൾ ലെറ്റർ എൽ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷവും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2019 ഫേസ് 1-ലും ചോദിച്ചിട്ടുള്ളത്. ഇനി 2018 പോവാണെങ്കിൽ 2 wires are made of same material and have the same volume. The first wire has cross-sectional area A and the second wire has cross-sectional area 3A. If the length of the first wire is increased by delta L on applying a force F, how much force is needed to stretch the second wire by the same amount? Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 2 wires are of same material. അപ്പോൾ ഇവിടെ നോക്ക്, 2 വയേഴ്സ് ഉണ്ട്, രണ്ടിൻ്റെയും മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയേഴ്സിൻ്റെ മെറ്റീരിയൽ സെയിം ആണെങ്കിൽ യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. കാരണം യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയലാണ്, അതേപോലെ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ രണ്ടും ഒരേ മെറ്റീരിയൽ ആകുമ്പോൾ ഇതിൻ്റെ യങ്സ് മോഡുലസ് y ആണെങ്കിൽ ഇതിൻ്റെയും സെയിം ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഹാവ് സെയിം വോളിയം. ഇതിൻ്റെ വോളിയം v ആണെങ്കിൽ ഇതിൻ്റെ വോളിയം തന്നെയാണ് v തന്നെയാണ്. The first wire has cross-sectional area A while the second one is having 3A. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, ഇതിൻ്റെ 3A ആണ്. If the length of the first wire is increased by delta L, അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ ആണ്. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് എഫ്, ഒരു എഫ് ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഇതിൻ്റെ ലെങ്ത് എത്ര കൂടി? ഡെൽറ്റ എൽ കൂടി. ഹൗ മച്ച് ഫോഴ്സ് ഈസ് നീഡഡ് ടു സ്ട്രെച്ച് ദ സെക്കൻഡ് വയർ ബൈ ദ സെയിം എമൗണ്ട്. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് ഈ രണ്ടാമത്തെ വയറിലും എനിക്ക് അതേ എക്സ്റ്റൻഷൻ കിട്ടണം. ഇവിടെ ഡെൽറ്റ എൽ ലെങ്ത് കൂടിയില്ലേ, അതേ ലെങ്ത് തന്നെ എനിക്ക് ഇവിടെയും കൂടണം. അങ്ങനെയാണെങ്കിൽ ഈ വയറിന് ഞാൻ എത്ര ഫോഴ്സാണ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ വയറിന് ഞാൻ എത്ര ഫോഴ്സാണ് കൊടുക്കേണ്ടത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്കപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എഴുതാലോ. എന്താണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വോളിയത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞ ടേം ഉണ്ടായതുകൊണ്ട് ഞാനത് വോളിയത്തിൻ്റെ ടേമിലേക്ക് മാറ്റണം. കാരണം നമ്മുടെ ഇക്വേഷനിൽ വോളിയം എന്ന് പറഞ്ഞ ടേം ഉണ്ടോ? ഇല്ല. ഫോഴ്സ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ഏരിയ ഉണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ട്, പക്ഷെ വോളിയം ഇല്ല. അപ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിക്കണം, ഇവിടെ വോളിയം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വോളിയത്തിൻ്റെ ടേമിലേക്ക് മാറ്റണം. എന്താ വോളിയത്തിൻ്റെ ഫോർമുല? ഏരിയ ഇൻറ്റു ലെങ്ത് എന്നല്ലേ. ഇവിടെ ഒരു ഏരിയ ടേം ഉണ്ടായിരുന്നുവെങ്കിൽ സുഖമാണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ വോളിയം ആക്കായിരുന്നു. വെറുതെ അങ്ങോട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല അല്ലേ. നമ്മളൊരു ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനിൽ മാറ്റമൊന്നും വരുന്നില്ലല്ലോ.
അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏരിയ കൊണ്ട് മൾട്ടിപ്ലും ചെയ്തു, അതേപോലെ തന്നെ ഏരിയ കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡും ചെയ്തു. ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ കണ്ടോ ഏരിയ ഇൻറ്റു ലെങ്ത്, ഏരിയ ഇൻറ്റു ലെങ്ത്തിന് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, വോളിയം എന്ന് എഴുതാൻ പറ്റും. സോ ഫോഴ്സ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഏരിയ എന്ത് വരും, ഏരിയ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പോൾ വോളിയത്തിന് ടേംസിലേക്ക് മാറ്റിയത് കണ്ടില്ലേ, ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യണ്ട, നമുക്ക് എക്സാമിന് അതിനനുസരിച്ച് നമുക്ക് എഴുതിക്കൂടെ. അപ്പോൾ വോളിയത്തിന് ടേമിലായി. ഇനി ഒന്നാമത്തെ കേസാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, രണ്ടിൻ്റെയും എക്സ് മോഡൽസ് സെയിം അല്ലേ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ആളുടെ മനസ്സിലാൻ വേണ്ടി y1 എന്ന് എഴുതട്ടെ. സോ y1 എന്തായിരിക്കും ഉണ്ടാവുക, f1 v1 ഡിവൈഡഡ് ബൈ a1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ l1. എല്ലാത്തിനും 1 എന്ന് കൊടുത്തു. രണ്ടാമത്തെയാന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കണം, y2 എഴുതട്ടെ. y2 എന്തായിരിക്കും ഉണ്ടാവുക, y2 is equal to f2 v2 ഡിവൈഡഡ് ബൈ a2 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ l2. ഇത് അറിയാവുന്നവർക്ക് പെട്ടെന്ന് എഴുതാം കേട്ടോ, ഞാൻ എല്ലാവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് പതുക്കെ പറയുന്നത്, കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്ത് ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് മാക്സിമം ഇതിന് എടുക്കുകയുള്ളൂ. ഇനി രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ രണ്ടും ഇക്വേറ്റ് ചെയ്യട്ടെ, കാരണം എക്സ് മോഡൽസ് രണ്ടും സെയിം അല്ലേ, ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട്. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, f1 v1 ഡിവൈഡഡ് ബൈ a1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ l1 വിച്ച് ഈസ് ഈക്വൽ ടു f2 v2 ഡിവൈഡഡ് ബൈ a2 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ l2. ഇത്ര എഴുതി അല്ലേ. രണ്ടിൻ്റെ കേസിൽ ഫോഴ്സ് സെയിം ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നത് കണ്ടോ, അല്ല ഫോഴ്സ് അല്ല സെയിം, ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണ്, രണ്ടും ഒരേ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ എനിക്ക് ഡെൽറ്റ l1ഉം ഡെൽറ്റ l2ഉം കട്ട് ചെയ്യാം. വോളിയം സെയിം ആയതുകൊണ്ട് രണ്ടിൻ്റെ വോളിയം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, f1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസിലെ ഫോഴ്സ്, അത് f ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ f എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ a1 മീൻസ് ഒന്നാമത്തെ കേസിലെ ഏരിയ, അത് a ആണ്, അപ്പോൾ a സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു f2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തെ കേസിലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഞാൻ f2 എന്ന് എഴുതി. ഡിവൈഡ് ബൈ a2 മീൻസ് രണ്ടാമത്തെ കേസിലെ ഏരിയ, അത് 3 ആണ്. ഇവിടെ a2 സ്ക്വയർ ഉണ്ടാകുമ്പോൾ 3a സ്ക്വയർ എത്ര വരും, 9a സ്ക്വയർ. മനസ്സിലായോ, 3a സ്ക്വയർ എടുക്കുന്ന സമയത്ത് 9a സ്ക്വയർ എന്നല്ലേ വരുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഈ a സ്ക്വയറും ഈ a സ്ക്വയറും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, f2 ഈസ് ഈക്വൽ ടു 9f. രണ്ടാമത്തെ കേസിൽ എത്ര ഫോഴ്സ് കൊടുക്കണം നമ്മൾ, ഇറ്റ് ഈസ് 9 ടൈംസ് ദ ഫസ്റ്റ് വൺ, 9f കൊടുത്തു അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 9f ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 2018. അപ്പോൾ വോളിയത്തിലേക്ക് മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടെന്നുള്ളൂ, ഇതും എളുപ്പം തന്നെയാണ് ചെയ്യാൻ കേട്ടോ 2018. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 2017 The bulk modulus of a spherical object is b if it is subjected to uniform pressure, the fractional decrease in radius. ഇതേ ചോദ്യം തന്നെ JEE 2017 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഞാൻ എൻ്റെ സ്റ്റെപ്പ് കാണിച്ചു തരാം, പക്ഷേ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റും. പലപ്പോഴും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല അറിയാം അല്ലേ. എന്താണ് ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല, ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. മൈനസ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് ഉണ്ട്, ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല. നെഗറ്റീവ് ഉണ്ട് കേട്ടോ, ഞാൻ നെഗറ്റീവ് എടുക്കുന്നില്ല, കാരണം ഓപ്ഷൻസിലൊന്നും നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബൾക്ക് മോഡുലസ് എങ്ങനെ എഴുതാൻ പറ്റും, ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഈ വീന് എനിക്ക് വേണമെങ്കിൽ താഴേക്ക് എഴുതിക്കൂടെ, അപ്പോൾ ഇങ്ങനെ എഴുതാം, ശരിയല്ലേ. ഈ വി മേലേക്ക് പോകുമ്പോൾ പഴയ പോലെ തന്നെ ആൻസർ കിട്ടുമല്ലോ, അപ്പോൾ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ. അപ്പോൾ ഡെൽറ്റ വി ബൈ വി എന്താ വരിക, ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ, ഈ ഡെൽറ്റ വി ബൈ വി ഇങ്ങോട്ട് പോകുമ്പോൾ ബി ഇങ്ങോട്ട് വരും, ശരിയല്ലേ. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു പി ബൈ ബി, ഇത്രയും അറിയാം. ഇനി അപ്പോൾ വോളിയം, ഇനി നമുക്ക് എത്രയാണ് ചേഞ്ച് ഇൻ വോളിയം എന്ന് കണ്ടുപിടിക്കണ്ടേ. ഇതെന്താണ്, ഒരു സ്ഫിയർ അല്ലേ, സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്, വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എ സ്ഫിയർ ഇസ് ഈക്വൽ ടു 4/3 πr³. ഇനി നമ്മൾ റിലേറ്റീവ് എറർ കാണുന്നത് അറിയോ, ഏതിൽ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ റിലേറ്റീവ് എറർ കാണാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണുക, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എൻ്റെ പവർ 1 അല്ലേ, അപ്പോൾ ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതും, പ്ലസ് ഇവിടെ പവർ 2 ആയതുകൊണ്ട് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി അല്ലേ. ഇതുപോലെയല്ലേ നമ്മൾ റിലേറ്റീവ് എറർ കാണാറ്, ഏതിൽ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടുത്തെയും എറർ കാണട്ടെ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി
വിച്ച് ഈസ് ഈക്വൽ ടു 4/3 പൈ എഴുതേണ്ട ആവശ്യമില്ല. 4/3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൽ ഒരിക്കലും എറർ ഉണ്ടാവില്ല. പൈയും കോൺസ്റ്റൻ്റ് ആണ്, അതിലൊരിക്കലും എറർ ഉണ്ടാവില്ല. അപ്പോൾ ആർ ക്യൂബിലല്ലേ എറർ ഉണ്ടാവുള്ളൂ, റേഡിയസിലല്ലേ എറർ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര വരും? 3 × Δr/r. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ ഡെൽറ്റ വി ബൈ വിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഡെൽറ്റ വി ബൈ വിക്ക് പകരം ഞാൻ ഈ വാല്യൂ എനിക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ എന്താ ആൻസർ കിട്ടും? ഡെൽറ്റ വി ബൈ വിക്ക് പകരം 3 × Δr/r വിച്ച് ഈസ് ഈക്വൽ ടു p/b. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ റേഡിയസ് ആണ് കാണാൻ പറഞ്ഞത്. ഇൻറ്റു 3 ആ സൈഡിലേക്ക് പോകുമ്പോൾ /3 ആയി മാറും. സോ ദെയർഫോർ Δr/r ഇസ് ഈക്വൽ ടു p/3b. ഓക്കെ, p/3b, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഇതേ ക്വസ്റ്റ്യൻ JEE 2017 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി. ഇതാണ് 2017. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2020 മുതൽ 2017 വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം.